പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നോക്കുക, ദൈവവചനം പറയുന്നു, അപ്പോസ്തലനായ പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് ജെറുസലേമിൽ സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷിക്കേണ്ടതാകുന്നു എന്ന് അതിൻ്റെ അരുളി ചെയ്തു. ഈ ഒരു സന്ദർഭം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി മൂന്നാമത്തെ മിഷണറി യാത്രയുടെ മധ്യത്തിൽ ആ കർത്താവിനെ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷകളെ ചെയ്യുവാനും തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പലയിടങ്ങളിൽ സന്ദർശിച്ച് താൻ ജെറുസലേമിലേക്ക് എത്തുവാൻ മൂന്നാം മിഷണറി യാത്രയുടെ അവസാനമായി ജെറുസലേമിൽ എത്തുവാൻ ഇടയായി തീർന്നു. ജെറുസലേമിൽ എത്തുമ്പോൾ അവിടെ വളരെ ജെറുസലേമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മൂന്നാം മിഷണറി യാത്രയിൽ തന്നെ ദൈവം ദൈവീകമായ വെളിപ്പാടുകൾ പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് ലഭിച്ചിരുന്നു. ജെറുസലേമിൽ എനിക്ക് വളരെ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് പൗലോസ് ചിന്തിച്ചത് തന്നെ തൻ്റെ ഈ യാത്ര, തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്ര ഏകദേശം താൻ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് ദമസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവിക ദർശനം കണ്ട് ദൈവം തന്നോട് ഇടപെട്ട ആ കാലഘട്ടം തുടങ്ങി റെസ്റ്റില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 28-30 വർഷങ്ങൾ തൻ്റെ തുടർമാനമായ ശുശ്രൂഷയുടെ അവസാനമായി ഈ ജെറുസലേമിലേക്ക് തൻ്റെ മൂന്നാം മിഷണറി യാത്രയിൽ ജെറുസലേമിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോടെ വരുമ്പോൾ തൻ്റെ ഹൃദയത്തിനകത്ത് ജെറുസലേമിൽ പോകണമെന്നുള്ള ഒരു തള്ളൽ തൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ജെറുസലേമിൽ അനേക ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും ആ സ്തെഫാനോസിൻ്റെ അന്നെ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചവനായി മഹാ ഉപദ്രവങ്ങൾ ജെറുസലേമിൽ ചെയ്തവനായ ആ പൗലോസിനെ ദൈവം തിരികെ ജെറുസലേമിൽ കൊണ്ടുവന്ന് ആ ജെറുസലേമിൽ എവിടെയാണോ താൻ ഉപദ്രവം ജനങ്ങളെ ഇസ്രായേൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചത് അതേ സ്ഥലത്ത് പൗലോസിനെ കൊണ്ടു നിർത്തി ഒരുപക്ഷെ രക്തസാക്ഷിയാക്കാൻ ദൈവം പദ്ധതിയിട്ട് കാണുമെന്ന് പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ചിന്താഗതി തൻ്റെ ഹൃദയത്തിനകത്ത് കിടന്നതുകൊണ്ട് തന്നെ ആ മൂന്നാം മിഷണറി യാത്രയുടെ അവസാനം ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കായി താൻ ഒരുങ്ങി അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. 21-ാമത്തെ അധ്യായം പൗലോസ് കുപ്രോസ് ദ്വീപിൽ നിന്ന് സിറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി. പൗലോസ് 21-ാമത്തെ അധ്യായം വായിക്കപ്പെടുന്നത് പൗലോസ് തൻ്റെ ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ കൈസരിയയിലേക്ക് തിരികെ വരുന്ന ആ യാത്രയുടെ ഭാഗത്തിൽ പൗലോസ് സോരിൽ വന്നിറങ്ങി. അവിടെ വെച്ച് സോരിൽ 7 നാൾ പാർത്തു. പൗലോസിനോട് ജെറുസലേമിൽ പോകരുത് എന്ന് ആത്മാവിൽ അവിടെയുള്ള ദൈവമക്കൾക്ക് ആത്മാവിൽ വെളിപ്പാടുണ്ടായി പൗലോസിനോട് പറയുകയാണ്, പൗലോസെ, നീ ജെറുസലേമിലേക്ക് പോകരുത്, അവിടെ വളരെ കഷ്ടങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. ഈ വാക്ക് കേൾക്കുമ്പോഴും പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് ആത്മാവിൽ അവനെ വിലക്കുന്നുണ്ടെങ്കിൽ പോലും പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകാതെ തൻ്റെ ഹൃദയത്തിനകത്ത് ഓൾറെഡി അത് പ്ലാൻഡ് ആയിക്കഴിഞ്ഞു. താൻ ജെറുസലേമിൽ എത്തണം, അവിടെ താൻ കർത്താവിനെ സാക്ഷിക്കണമെന്നുള്ളത്, പരസ്യമായി സാക്ഷ്യമായി നിൽക്കണമെന്നുള്ളത് പൗലോസിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമായതുകൊണ്ട് അവൻ സോരിൽ വെച്ച് ആത്മാവിനാൽ അവനെ വിലക്കിയിട്ടും പൗലോസ് പിന്നെയും യാത്ര തിരിച്ച് 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. അവിടെ നിന്ന് ഈ ആത്മാവിൽ വിലക്ക് ഉണ്ടായിട്ടും പൗലോസ് അത് അവഗണിച്ചുകൊണ്ട് നേരെ കൈസരിയിലെത്തി. കൈസരിയിൽ വന്ന് സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ എത്തിയ 10-ാമത്തെ വാക്യം വായിച്ചായി.
ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്നു പൗലോസിന്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഈ പൗലോസിനോട് പിന്നെയും ഹല്ലേലൂയ ദൈവിക ആലോചന ഉണ്ടാകുകയാണ്. അവിടെ അഗബോസ് എന്ന ഒരു പ്രവാചകൻ ഈ ഭവനത്തിൽ, പൗലോസ് താമസിക്കുന്ന ഫിലിപ്പോസിൻ്റെ ഭവനത്തിലെത്തുകയും അവിടെ വെച്ച് പൗലോസിൻ്റെ റൂമാലെടുത്ത് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ ജെറുസലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജെറുസലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. ലൂക്കോസ് പറയുകയാണ്, അതുകൊണ്ട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, ജെറുസലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, ജെറുസലേമിൽ ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് ജെറുസലേമിൽ കടന്നുപോയി ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി എവിടെയാണോ പൗലോസ് സ്തേഫാനോസ് എന്നൊരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൂട്ടുനിന്നത്, അതേ സ്ഥലത്ത് താനും ഒരു രക്തസാക്ഷിയായി തീരണമെന്നുള്ള ഹൃദയത്തിലെ ഒരു ആഗ്രഹമായിരുന്നു കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് ഇവരുടെ വാക്കുകളൊന്നും എല്ലാം അവഗണിച്ചുകൊണ്ട് പൗലോസ് ജെറുസലേമിലേക്ക് എത്തുകയും അവിടുത്തെ ജെറുസലേം സഭയെ കാണുകയും പൗലോസിന് ജെറുസലേം ദേവാലയത്തിൽ കടന്നു പോകുവാനുള്ള അവസരം ലഭിക്കുകയും, തുടർന്ന് ഞാൻ ഹല്ലേലൂയ വിശദീകരിക്കുന്നില്ല, ഞാൻ പറയട്ടെ, ആ ജെറുസലേമിനകത്ത് നിൽക്കുമ്പോൾ ഈ പൗലോസിനെ കണ്ട ഹല്ലേലൂയ അവിടെയുള്ള യഹൂദന്മാരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പൗലോസ് ഹല്ലേലൂയ ജാതികളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നവനാണെന്നും തിരിച്ചറിഞ്ഞ, ഈ സുവിശേഷം ഈ മാർഗത്തെ പ്രസ്താവിക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ പൗലോസിനെ ഹല്ലേലൂയ തടയുവാനും വളരെ ശക്തമായ പ്രതികൂലങ്ങൾ ഏൽക്കുവാനും ഇടയായി തീർന്നു. അവന് പ്രസംഗിക്കുവാൻ കഴിയാതെ എങ്കിലും അവരുടെ മധ്യത്തിൽ ശക്തിയോടെ ധൈര്യത്തോടെ ചാകുന്നെങ്കിൽ ചാകട്ടെ, അല്ല എന്നാലും സാരമില്ല എന്ന് കരുതി പൗലോസ് അവിടെ ശക്തിയോടെ അവരുടെ മധ്യത്തിൽ പ്രതിവാദം നടത്തുന്നതും പ്രസംഗിക്കുന്നതും കാണുവാനായി കഴിയും. അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അന്ന് രാത്രിയിൽ അവനെ പിടിച്ച്, റോമൻ പടയാളികൾ അവനെ പിടിച്ച് അവനെ ജയിലറയ്ക്കകത്തിട്ടിരിക്കുന്ന സമയത്ത്, അവനെ തടവിലാക്കിയിരിക്കുന്ന സമയത്ത്, ആ രാത്രിയിൽ അല്ലെങ്കിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. എന്നിട്ട് അവനോട് പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23 അതിൻ്റെ 11 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് ജെറുസലേമിൽ സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നോക്കുക, ഹല്ലേലൂയ. കർത്താവിനെ ഒരുപക്ഷെ പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ജെറുസലേമിൽ തീരും എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ ചാകാൻ, ഒരു രക്തസാക്ഷിയാകാൻ മടിക്കാതെ കർത്താവിന് വേണ്ടി ജെറുസലേമിൽ ധൈര്യത്തോടെ സാക്ഷിച്ചപ്പോൾ, ആ രാത്രിയിൽ അവനെ ബന്ധിക്കപ്പെട്ടവനായി ആ ജെറുസലേമിനകത്ത് ഹല്ലേലൂയ കൊണ്ടിട്ട് ആ ജെറുസലേമിൽ ആ തടവറയ്ക്കകത്ത് കിടക്കുന്ന സമയത്ത് ദൈവം അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് പറയുകയാണ്. ദൈവം അവനെ അടുക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് ജെറുസലേമിൽ സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസിന് ദൈവം കൊടുക്കുന്ന മറ്റൊരു പ്രൊമോഷനാണ്. സ്തോത്രം. തൻ്റെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ തീർന്നു എന്ന് കരുതിയ ഇടത്ത് ദൈവം എന്നോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് പറയാൻ മടിക്കാത്തതുകൊണ്ട്, നീ സാക്ഷിക്കുവാൻ ജെറുസലേമിൽ സാക്ഷിയായി നിൽക്കുവാൻ നിനക്ക് ഹല്ലേലൂയ മടി കാണിക്കാത്തതുകൊണ്ട്, നീ ധൈര്യത്തോടെ എന്നെ സാക്ഷിച്ചതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ നിന്നെ
അല്ലെങ്കിൽ ജെറുസലേമിൽ മാത്രമല്ല, ഞാൻ നിന്നെ റോമിലും നിന്നെ കൈസറിൻ്റെ മുമ്പിലും സാക്ഷ്യത്തിനായി അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്കായി നിർത്തും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഇതുപോലെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളും തീർന്നു എന്ന് കരുതുന്ന അവസ്ഥകളും വന്നേക്കാം. ഒരുപക്ഷെ ശുശ്രൂഷ തീർന്നു എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടാകാം. ഹല്ലേലൂയ, ഇനി എനിക്ക് ഇതിനപ്പുറം ഒന്നും ഇല്ല എന്ന് നിൻ്റെ മൈൻഡിനകത്തു തന്നെ ചില ചിന്തകൾ ഉണ്ടായേക്കാം. ചില പ്ലാനുകൾ നിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ തന്നെ, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ജെറുസലേം വരെയേ ഉള്ളൂ, എനിക്ക് എൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം തീർന്നു, എൻ്റെ ശുശ്രൂഷയുടെ പരിധി തീർന്നു, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഏകദേശം അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി എനിക്ക് ആരോഗ്യമില്ല, ഇനി എനിക്ക് കഴിവില്ല, ഇനി എനിക്ക് അതിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല, ഇനി പഴയതുപോലെ ഒരു ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ തീരുവാൻ പോകുകയാണ് എന്ന് ഒരുപക്ഷെ പൗലോസ് ചിന്തിച്ചതുപോലെ, ഹല്ലേലൂയ, അതുകൊണ്ട് എന്തേലും അങ്ങ് ചെയ്ത് തീർക്കാം, എന്തേലും അങ്ങ് പ്രവർത്തിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് നിൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്ലാൻ അതിനപ്പുറമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഈ ഒരു സിറ്റുവേഷനകത്ത് ഇതുപോലെ ചില സാഹചര്യങ്ങൾക്കകത്തായിരിക്കാം നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, നീ നിന്നെ തന്നെ ലിമിറ്റ് ചെയ്ത്, നിൻ്റെ ചിന്തകളെ ലിമിറ്റ് ചെയ്ത്, നിൻ്റെ കാഴ്ചപ്പാടുകളെ ലിമിറ്റ് ചെയ്ത്, നിൻ്റെ ശുശ്രൂഷകളെ ലിമിറ്റ് ചെയ്ത്, നീ തന്നെ നിൻ്റെ ശുശ്രൂഷകളിൽ അതിർവരമ്പിടാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ ശുശ്രൂഷകളെ കണ്ട്, ഹല്ലേലൂയ, നീ നിൻ്റെ ശുശ്രൂഷകളെ അതിർവരമ്പിടാൻ ശ്രമിക്കുമ്പോൾ ദൈവം നിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് പറയും, ധൈര്യമായിട്ടിരിക്കുക, ധൈര്യത്തോടെ ഇരിക്കുക, നിന്നെ ഹല്ലേലൂയ മറ്റൊരു സ്ഥലത്ത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാനുണ്ട്, മറ്റൊരിടത്ത് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്, ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട്, ഇനിയും നിനക്ക് വലിയത് ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കാണുകയാണ്, തൻ്റെ ജീവിതത്തിനകത്ത് ജെറുസലേമിൽ തീർന്നു പോകും എന്ന്, ഹല്ലേലൂയ, ഒരുപക്ഷെ ജെറുസലേമിൽ അധികം കഷ്ടം സഹിക്കേണ്ടതായി വരുമെന്നുള്ള പ്രവചന ദൂതുകൾ ഉണ്ടായിട്ടും അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി, ആ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ തയ്യാറായി. ഏത് ജെറുസലേമിൽ താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുവോ അതേ ജെറുസലേമിൻ്റെ പടിവാതിക്കൽ നിന്ന് ഒരുപക്ഷെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൂട്ടുനിന്ന ആ അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് അതേ യഹൂദന്മാരുടെ മധ്യത്തിൽ വിളിച്ചു പറയുവാനിടയായി, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ, ഹല്ലേലൂയ, ഞാൻ ഇതേ മാർഗപ്രകാരം ഹല്ലേലൂയ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനായിരുന്നു, എന്നാൽ ഈ ദൈവം എന്നെ കണ്ടു, അവൻ എനിക്ക് ദർശനം നൽകി എന്ന തൻ്റെ ജീവിത അനുഭവങ്ങളെ, തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ സാക്ഷ്യത്തെ ധൈര്യത്തോടെ പ്രസ്താവിച്ച്, ഹല്ലേലൂയ, അവരാൽ പിടിക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, ഒരുപക്ഷെ പൗലോസിൻ്റെ ഹൃദയത്തിൽ തോന്നിക്കാണും തീർന്നു എന്ന് കരുതി, ഹല്ലേലൂയ, ആ തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന്, കർത്താവ് തന്നെ അതിനകത്ത് പറയുന്നു, കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് അവനോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നീ ജെറുസലേമിൽ എന്നെ പറയാൻ മടിക്കാത്തത് കൊണ്ട്, നീ ധൈര്യത്തോടെ സാക്ഷിച്ചത് കൊണ്ട് നിനക്കിതാ ഒരു പ്രൊമോഷൻ വരുവാൻ പോകുന്നു. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഈ പ്രതികൂലത്തിൻ്റെ അകത്ത് നീ കർത്താവിനെ പറയാൻ മടിക്കരുത്. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അനേകർ നിന്നെ നോക്കി ചോദിക്കുന്നുണ്ടാകാം, നിന്റെ ദൈവം എവിടെ, നീ ആരാധിക്കുന്ന ദൈവം എവിടെ, നിന്റെ ആരാധന എന്തേ, നിന്റെ ഹല്ലേലൂയ സാക്ഷ്യം എവിടെ, നിന്റെ പ്രാർത്ഥന എന്തേ, ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ നീ വിളിക്കുന്ന ദൈവം എവിടെ എന്നൊക്കെ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ നീ ദൈവത്തെ പറയാൻ മടിക്കരുത്. ഈ ഹല്ലേലൂയ ഒരുപക്ഷെ അനേക കഷ്ടങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ നീ സുവിശേഷം പറയുന്നത് നിമിത്തം വന്നേക്കാം, നീ യേശുവിനെ പറയുന്നത് നിമിത്തം വന്നേക്കാം, അനേകർ നിന്നെ പരിഹസിച്ചേക്കാം, അനേകർ നിന്നെ കളിയാക്കിയേക്കാം. പക്ഷേ അതിൻ്റെ മധ്യത്തിലും തളർന്നു പോകാതെ ക്രിസ്തുവിനെ പറയാൻ നീ മടിക്കാതിരിക്കുന്നുവെങ്കിൽ നിനക്കൊരു പ്രൊമോഷൻ വരുന്നുണ്ട്. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവം നിന്നെ അവിടെ നിർത്തുകയില്ല. ഹല്ലേലൂയ, ഇവരുടെ മധ്യത്തിൽ തളരാതെ നിന്ന്, ഹല്ലേലൂയ, അവരുടെ മധ്യത്തിൽ പതറാതെ നിന്ന്, ഭയമില്ലാതെ ക്രിസ്തുവിനെ പ്രസംഗിച്ച ഹല്ലേലൂയ പൗലോസിനെ നോക്കി ദൈവം പറഞ്ഞു, നീ ധൈര്യത്തോടെ പ്രസ്താവിച്ചതുകൊണ്ട് നീ ജെറുസലേമിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇത് ഹല്ലേലൂയ സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഹല്ലേലൂയ, ഈ സന്തോഷ വാർത്ത ഈ കഷ്ടത്തിനും ദുഃഖത്തിനും നിരാശയ്ക്കിനും ഇരിക്കുന്ന ജനത്തോട് നമുക്ക് വിളിച്ചു പറയാൻ നാം മടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, യേശുവിനെ പറയുവാൻ നാം ലജ്ജിക്കേണ്ട കാര്യമില്ല. ഈ
ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുവാൻ ഈ സാഹചര്യങ്ങളിൽ നാം ലജ്ജിച്ചിരിക്കേണ്ട കാര്യമില്ല, നാം ഒളിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നിനക്ക് ധൈര്യത്തോട് പറയാം, ഹല്ലേലൂയ ലോകം ഈ പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ ഹല്ലേലൂയ നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ സാക്ഷ്യം അനേകരോട് പങ്കുവയ്ക്കുക. നിന്റെ ഹല്ലേലൂയ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല. നിന്റെ ശുശ്രൂഷയെ ഏത് പ്രതികൂലമുണ്ടെന്ന് ഒരുപക്ഷെ ലോകം പറഞ്ഞാലും, ഹല്ലേലൂയ പ്രവാചകന്മാർ പ്രവചിച്ചാലും, ഹല്ലേലൂയ മരണത്തിൻ്റെ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ ഹല്ലേലൂയ നിന്റെ അടുക്കൽ വന്നാലും അവരുടെ മധ്യത്തിനും ധൈര്യത്തോടെ നിന്ന് യേശു ക്രിസ്തുവിനെ പറയുവാൻ നീ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ, നീ ധൈര്യം കാണിക്കുന്നുവെങ്കിൽ, ഈ ക്രിസ്തുവിനെ നീ ഉയർത്തുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ നീ പ്രസംഗിക്കുന്നുവെങ്കിൽ, യേശുവിനെ സാക്ഷിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ തേടി ഒരു പ്രൊമോഷൻ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ കർത്താവ് നിന്നെ നിശ്ചയമായി അതിൽ നിർത്തുകയില്ല. അല്ലെങ്കിൽ നിന്റെ ശുശ്രൂഷ വർദ്ധിക്കണമോ, നിന്റെ കൃപാവരം വർദ്ധിക്കണമോ, നിന്റെ ഹല്ലേലൂയ നിന്റെ വിളി വർദ്ധിക്കണമോ, നിന്റെ മേലുള്ള അഭിഷേകം വർദ്ധിക്കണമോ, ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും യേശുവിനെ പറയുവാൻ അല്ലെങ്കിൽ ധൈര്യം കാണിക്കുക. അല്ലെങ്കിൽ നിന്റെ ശുശ്രൂഷയുടെ ആ സ്പാൻ വർദ്ധിക്കണമോ, നിന്റെ അഭിഷേകം വർദ്ധിക്കണമോ, നിന്നിലുള്ള കൃപാവരങ്ങൾ വർദ്ധിക്കണമോ, ഏത് അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ മധ്യത്തിലും, ഏത് ടെസ്റ്റിൻ്റെ മധ്യത്തിലും, ഏത് പരീക്ഷണത്തിൻ്റെ മധ്യത്തിലും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു ധൈര്യം കാണിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പത്രോസിനെ അന്ന് രാത്രിയിൽ തട്ടി ഹല്ലേലൂയ ധൈര്യപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ഓർക്കുക, ഹല്ലേലൂയ പുറത്ത് രാത്രിയിൽ ദൈവം പൗലോസിനെ ഹല്ലേലൂയ ധൈര്യമായിരിക്കുക എന്ന് പറയുമ്പോൾ പുറത്ത് 40-ലധികം പേർ ഹല്ലേലൂയ ദൃഢനിശ്ചയം എടുക്കുകയാണ്. ഈ പൗലോസിനെ ജെറുസലേമിൽ തന്നെ ഒടുക്കിക്കളയും, പൗലോസിനെ ജെറുസലേമിൽ തന്നെ നശിപ്പിച്ച് കളയുമെന്ന് ഹല്ലേലൂയ ദൃഢനിശ്ചയം എടുക്കുകയാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നു, അവരുടെ പ്ലാനുകളെ തെറ്റിച്ചുകൊണ്ട്, അവരുടെ പ്ലാനുകളെ ഹല്ലേലൂയ തകർത്തുകൊണ്ട്. കാരണം ഈ ദൈവം പൗലോസിന് വാഗ്ദത്തം കൊടുത്തു, നിന്നെ ഞാൻ ജെറുസലേമിൽ സാക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി റോമിൽ നിന്നെ സാക്ഷ്യത്തിനായി നിർത്തും. അടുത്ത ഹല്ലേലൂയ ഈ 21-ാം അധ്യായത്തിൻ്റെ 23-ന്റെ ഹല്ലേലൂയ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആ രാത്രിയിൽ ദൈവം പൗലോസിനെ ധൈര്യപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ യഹൂദന്മാർ അവിടെ പ്ലാൻ ചെയ്യുന്നത് 40-ലധികം പേർ ദൃഢനിശ്ചയം എടുക്കുകയാണ്, ഇനി ഇവനെ കൊന്നിട്ടല്ലാതെ, ഇവനെ ജെറുസലേമിൽ ഒടുക്കിക്കളഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കുകയില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ഓർക്കുക, ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം പൗലോസിന് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഇന്ന് നിനക്കെതിരായി പിശാച് അല്ലെങ്കിൽ നിന്നെ ഒടുക്കിക്കളയാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വാഗ്ദത്തങ്ങളെ തരും. ഓ സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിശാച് നിന്നെ തീർക്കുമെന്ന് ഹല്ലേലൂയ പുറത്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ, മൊർദെഖായിയെ തീർത്ത് കളയുമെന്ന് ഹാമാൻ പദ്ധതി ഇടുമ്പോൾ, അല്ലെങ്കിൽ മൊർദെഖായിയെ ഉയർത്തുവാനുള്ള പദ്ധതി സ്വർഗം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, നിനക്കെതിരായി ശത്രു അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ ദൈവം നിന്റെ റൂമിനകത്തിറങ്ങി വന്ന് നിന്നോട് ദൈവിക ദൂതുകളെ അറിയിക്കും. അല്ലെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാനുള്ള പദ്ധതികൾ ഒരുക്കും. അല്ലെങ്കിൽ പിശാച് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുവാനുള്ള പദ്ധതി ഒരുക്കും. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പ്രവചനാത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ, നിന്നെ എവിടെയൊക്കെയോ ഒതുക്കിക്കളയുവാൻ, എവിടെയൊക്കെയോ തകർത്ത് കളയുവാൻ അല്ലെങ്കിൽ പിശാചികൾ ഓരോ രാത്രികളിലും പ്ലാൻ ചെയ്യുമ്പോൾ, ഓരോ സമയങ്ങളിലും നിനക്കെതിരായി പിശാച് ഗൂഢതന്ത്രങ്ങൾ ഒരുക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ ദൂത് നിന്റെ മേൽ വന്നു വീഴും, ദൈവത്തിൻ്റെ ആലോചന നിന്റെ മേൽ വന്നു വീഴും, ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ മേൽ വന്നു വീഴും. ഹല്ലേലൂയ. പിശാച് നിന്നെ ജെറുസലേമിൽ തീർക്കുമെന്ന് പൗലോസിനെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ പൗലോസിനെ ദൈവം അറിയിച്ചിട്ട് പറഞ്ഞു, ഇല്ല, നിന്നെ ജെറുസലേമിൽ തീർക്കാൻ പിശാചിന് കഴിയില്ല, നിന്നെ ഹല്ലേലൂയ റോമിൽ ഞാൻ സാക്ഷിയാക്കി നിർത്തും. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ചിലരോട് ദൂത് കൈമാറട്ടെ. ഹല്ലേലൂയ. പിശാച് നിന്നെ തീർത്ത് കളയാൻ പദ്ധതി ഇടുമ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവിൽ പറയുന്നു, നിന്നെ അനേകർക്ക്
അനുഗ്രഹമാക്കി സ്വർഗത്തിന് ദൈവം നിർത്താൻ പോകുകയാണ്. അനേകർക്ക് അത്ഭുതമാക്കി സ്വർഗത്തിന് ദൈവം നിർത്താൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിലെ ചിലർക്ക് വേണ്ടി അവരെ നേടുവാൻ സ്വർഗത്തിന് ദൈവം നിർത്താൻ പോകുകയാണ്. നിന്നെ രോഗം കൊണ്ടിട്ട്, നിന്നെ കഷ്ടം കൊണ്ടിട്ട്, ദാരിദ്ര്യം കൊണ്ടിട്ട്, നിരാശ കൊണ്ടിട്ട്, പാപം കൊണ്ടിട്ട്, പൈശാചിക തന്ത്രങ്ങളിലൂടെ പിശാചൻ നിന്നെ തീർത്തിട്ടല്ലാതെ ഇനി സ്വസ്ഥമായി ഇരിക്കുകയില്ല എന്ന് പ്ലാൻ ചെയ്യുന്ന ഇടത്ത് ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ ദൈവം നിനക്കായി വലിയ പദ്ധതികൾ ഒരുക്കി കഴിഞ്ഞു. ഈ ദൈവം നിനക്കായി ഇന്റർനാഷണൽ പദ്ധതികൾ ഒരുക്കി കഴിഞ്ഞു. നീ ജെറുസലേമിൽ ഒതുങ്ങിപ്പോകേണ്ടവനല്ല, നിന്നെ ഇന്റർനാഷണൽ ലെവലിൽ അന്ന് ലോകത്തിൻ്റെ കേന്ദ്രഭാഗമെന്നറിയപ്പെടുന്ന ജെറുസലേമിൽ സാക്ഷ്യത്തിനായി സ്വർഗത്തിലെ ദൈവം പൗലോസിനെ കണ്ടു കഴിഞ്ഞു, ഒരുക്കി കഴിഞ്ഞു. പിശാച് നിന്നെ കാണുന്നതിന് മുമ്പ് ദൈവം നിന്നെ കണ്ടു. പിശാച് നിന്നെ തകർക്കാൻ പദ്ധതി ഇടുന്നതിന് മുമ്പ് ദൈവം നിന്നെക്കുറിച്ചുള്ള ശുശ്രൂഷ, നിന്നെക്കുറിച്ചുള്ള ഭാവി, നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ സ്വർഗത്തിന് ദൈവം ഇട്ടുകഴിഞ്ഞു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അന്ന് ഇവർ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ ആ ഗൂഢ ആലോചനകളെ പൊളിച്ചു കളഞ്ഞ് ദൈവം പൗലോസിനെ കൈസരിയയുടെ ഗവർണറുടെ അടുക്കൽ എത്തിക്കുവാനിടയായി. ആ ഭാഗം ഞാൻ വിടുകയാണ്. അവിടെ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൈസരുടെ ആ സ്ഥലത്ത് ആ ഹെരോദാവിൻ്റെ പാലസിൽ ഏകദേശം 2 വർഷത്തോളം ഒരു തടവുകാരനെ പോലെ പൗലോസ് പ്രൊട്ടക്റ്റഡായി ആ സ്ഥലത്ത് താമസിക്കുവാനിടയായി. ആ 2 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം AD 60-ന്റെ ആരംഭത്തിൽ പൗലോസ് മറ്റ് തടവുകാരോടൊപ്പം 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കാണുന്നത്, പൗലോസ് മറ്റ് തടവുകാരോടൊപ്പം റോമിലേക്ക് ആ കപ്പലിൽ കയറുവാൻ ഇടയായി. അവിടുത്തെ അന്ന് അവിടുത്തെ ആ ഗവർണർ അദ്ദേഹത്തെ ആ പടയാളികളോടൊപ്പം റോമിലേക്ക് പോകുവാൻ, പൗലോസ് റോമിൽ കൈസറെ അഭയം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ആ കൈസറിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതിനായിട്ട് പൗലോസിനെ ആ കപ്പലിൽ കയറ്റി അനേക തടവുകാരോടൊപ്പം പൗലോസും യാത്ര പുറപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ യാത്രയുടെ മധ്യത്തിലും നമുക്ക് കാണാൻ കഴിയും, ഈ യാത്ര ആരംഭിച്ച് ചില സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് 27-ന്റെ 10 വായിച്ചേ. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ഈ കപ്പൽ യാത്രയുടെ മധ്യത്തിലും പൗലോസിന് ദൈവത്തിന്റെ ആലോചന ലഭിക്കുകയാണ്. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആ യാത്രയുടെ മധ്യത്തിലും നാം ആത്മീയമായി ചിന്തിച്ചാൽ പൗലോസ് യാത്ര ചെയ്യുന്ന ആ കപ്പലിനെ തകർത്ത് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്ത ജെറുസലേമിൽ എത്തുന്നതിനു മുമ്പ് അവനെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് തൻ്റെ സകല പദ്ധതികളും ഒരുക്കി. സ്തോത്രം, ഹല്ലേലൂയ. പിശാച് തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആലോചന പൗലോസിന് വരും. പിശാച് തന്ത്രങ്ങൾ പണിയുമ്പോൾ തന്നെ, ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പൗലോസിന് ആത്മാവിൽ പിടികിട്ടി, പ്രാർത്ഥിക്കുന്ന പൗലോസിന് പിടികിട്ടി, തൻ്റെ യാത്രയിൽ ഹല്ലേലൂയ ഈ കപ്പലിന് ഛേദം വരും, പ്രാണന് തടസ്സമുണ്ടാകും. ഹല്ലേലൂയ. ഈ വിഷയങ്ങളെക്കുറിച്ച് പൗലോസിന് വെളിപ്പാട് കിട്ടി. പൗലോസ് അവരെ ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ, ഈ വഴിയിലൂടെ പോയാൽ ഹല്ലേലൂയ ഈ കപ്പൽ തകർത്ത് കളയാൻ പിശാച് പദ്ധതി ഒരുക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ കപ്പൽ മുതലാളിയും കപ്പലിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ജോലിക്കാർക്കും പൗലോസിൻ്റെ ഉപദേശമൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനിതിനകത്ത് കാണുന്നത്, അവർ അവരുടെ മാനുഷികമായ ചിന്തയിലും എക്സ്പീരിയൻസിലും വിശ്വസിച്ച് അവർ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. അവർ അവരുടെ എക്സ്പീരിയൻസിൽ വിശ്വസിച്ച്, അവരുടെ പഴക്കത്തിലും
അവരുടെ പരിചയത്തിനും വിശ്വസിച്ച് അവർ യാത്ര പുറപ്പെട്ടു. എന്നാൽ പൗലോസിന് ദൈവം കൊടുത്ത ആലോചന അനുസരിച്ച് പൗലോസ് അവരെ വാൺ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിന്നെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, എന്തൊക്കെ മിസ്റ്റേക്കുകൾ അവിടെ വന്നാലും അതിനകത്ത് നിന്ന് നിന്നെ രക്ഷിപ്പാൻ ഈ ദൈവം ശക്തനാണ്. ദൈവം അല്ലെങ്കിൽ റോമിൽ പൗലോസെ നിന്നെ നിർത്തുമെന്ന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നെ റോമിൽ എത്തുവോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവം നിന്നെ ചില ആലോചനകൾ നിന്നെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ചില ദൂതുകൾ ദൈവിക ഹല്ലേലൂയ പ്രവാചകന്മാരിലൂടെ വേദപുസ്തകത്തിലൂടെ ദൈവം ചില ദൂതുകൾ നിന്റെ ജീവിതത്തിനകത്ത് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ, നീ അതിൽ മുറുകെ പിടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ അതിൽ ദൈവത്തിൻ്റെ വാക്കിലും ദൈവം പറയുന്നതിലും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഹല്ലേലൂയ, ചഞ്ചല ഹൃദയനെ കുറിച്ചല്ല, നിരാശപ്പെട്ടു പോകുന്നവനെ കുറിച്ചല്ല, എന്നോട് അരുളി ചെയ്തത് ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നീ ഓർത്തുകൊള്ളുക, ഹല്ലേലൂയ, നീ എത്തേണ്ടടുത്ത് നീ എത്തിയിരിക്കും. ദൈവം നിന്നോട് പറഞ്ഞെടുത്ത് നീ എത്തിയിരിക്കും. ദൈവം നിന്നെ എത്തിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത് ദൈവം നിന്നെ എത്തിച്ചിരിക്കും. അത് ഏത് കൊടുങ്കാറ്റടിച്ചാലും, നിന്റെ പടക് തകർന്നു പോയാലും, നിന്റെ ഹല്ലേലൂയ ജീവന് ഹാനി വരുമെന്ന് ഹല്ലേലൂയ തോന്നിയാലും, എല്ലാം തീർന്നു എന്ന് തോന്നിയാലും, ഒരുപക്ഷെ സാഹചര്യങ്ങളും ചുറ്റുപാടും നീ യാത്ര ചെയ്യുന്ന പടക് തകർന്നു പോയാലും, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ സാധ്യതകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും, മരണകരമായ അവസ്ഥകൾ വന്നാലും, അതിനകത്തു നിന്നും നിന്നെ വിടുവിച്ച് ഈ വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നെ വാഗ്ദത്തം ചെയ്ത ഇടത്തെത്തിപ്പാൻ അവൻ ശക്തൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വാഗ്ദത്തം പ്രാപിച്ചത് കൊണ്ട് നിനക്ക് കഷ്ടവും ദുഃഖവും ദുരിതമൊന്നും വരില്ല എന്നല്ല. നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്വത്തോട് പിശാചിന് ഹല്ലേലൂയ വാദമുണ്ട്, തർക്കമുണ്ട്. നിന്നെ ആ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ നിന്നെ പാതി വഴിയിൽ തകർത്ത് കളയാനാണ് പിശാചിന്റെ തന്ത്രം. ഹല്ലേലൂയ. ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ദൈവാത്മാവിൽ ആലോചന ലഭിച്ചു, പൗലോസിന് ആലോചന ലഭിച്ചു. ഈ യാത്ര സാധാരണ മിഷണറി യാത്ര പോലെയല്ല. ഇത് ദൈവം പറഞ്ഞു വാഗ്ദത്തം ചെയ്ത സ്ഥലത്തെത്താതിരിക്കുവാൻ പിശാച് തൻ്റെ തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. നോക്കുക, ഹല്ലേലൂയ, 14-ാമത്തെ വാക്യത്തിൽ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ആ കപ്പലിന് വിരോധമായി, ആ യാത്രയ്ക്ക് വിരോധമായി, അതിൻ്റെ സഞ്ചാര പദത്തിന് വിരുദ്ധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ആ കപ്പലിൻ്റെ അതിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല, അത് പാറിപ്പോയി. അതിൻ്റെ സഞ്ചാര പദം വിട്ട് അതെങ്ങോട്ടെന്നില്ലാതെ ഉലയുവാൻ തുടങ്ങി, അലയുവാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ എന്നെ കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വാഗ്ദത്തം പ്രാപിച്ച ദൈവ പൈതലേ, ചില കൊടുങ്കാറ്റുകൾ നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ച് എങ്ങോട്ടെന്നില്ലാതെ നീ അലയുന്ന വ്യക്തിയാകാം. നിന്റെ ഹല്ലേലൂയ പടക് തകർന്നു പോകുമെന്ന്, ഹല്ലേലൂയ, നിന്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിന്റെ പടക് ഹല്ലേലൂയ നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കുന്ന അനുഭവമാകാം. നിന്റെ ജീവിതം പാപത്തിൻ്റെ കൊടുങ്കാറ്റടിച്ച് നിയന്ത്രണം വിട്ട് സഞ്ചരിക്കുന്ന അനുഭവത്തിലാകാം. നിന്നെ നിയന്ത്രിക്കുവാൻ കഴിയാതെ, നിന്നെ നിയന്ത്രിക്കുവാൻ കഴിയാതെ നിന്റെ അല്ലെങ്കിൽ സഞ്ചാര പദം വിട്ട് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പടകാകാം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ യാത്ര പുറപ്പെട്ടു, നീ പടകിനകത്ത് കയറി. നിന്റെ ഹൃദയത്തിൻ്റെ അകത്തെ ലക്ഷ്യം റോമിലെത്തുക എന്നുള്ളതായിരുന്നു, ആ അക്കരെ തീരത്തെത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തെ ആകമാനം തകർത്ത്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ ആകമാനം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ച് നീ എങ്ങോട്ടെന്നില്ലാതെ
നിന്റെ മുമ്പോട്ടുള്ള വഴി അറിയാതെ, ഇനി ജീവിതം തിരികെ പിടിക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ച്, ഇനി മുമ്പോട്ട് സഞ്ചരിക്കുവാൻ കഴിയില്ല, ഞാൻ എവിടെയെങ്കിലും തകർന്നു വീഴും, എവിടെയെങ്കിലും ഹല്ലേലൂയ ഇടിച്ചു വീഴുമെന്ന് കരുതി ഈ പടകിനകത്തുള്ള പൗലോസ് ഒഴിച്ച് ബാക്കി സകലരും ഭക്ഷണം കഴിക്കാതെ പരിഭ്രാന്തരായി നിരാശപ്പെട്ട് തളർന്ന് ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അല്ലെങ്കിൽ വാഗ്ദത്തം പ്രാപിച്ച പൗലോസ് ഇതൊന്നും കേട്ട് ഭയപ്പെടുകയല്ല, അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന ഇവരുടെ കൂടെ സഞ്ചരിക്കുന്ന 270-270 പേര് ഹല്ലേലൂയ ആഹാരം കഴിക്കാതെ, സൂര്യനെ കാണാൻ കഴിയാതെ, നക്ഷത്രത്തെ കാണാൻ കഴിയാതെ, ഹല്ലേലൂയ മറ്റൊരു ദേശം കാണാൻ കഴിയാതെ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ പാറി നടക്കുമ്പോൾ എവിടെയെങ്കിലും ഞങ്ങളുടെ പടക് ഇടിച്ച് തകർന്ന് നാം മരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ടിന് കാര്യമില്ല. അവിടെ ഹല്ലേലൂയ ആഹാര സാധനങ്ങൾ കപ്പലിലെ ഹല്ലേലൂയ മറ്റ് ആ കപ്പൽ നിയന്ത്രിക്കേണ്ടതായ എല്ലാ ആ സാധനങ്ങളും കടലിനകത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് ഹല്ലേലൂയ എവിടെയെങ്കിലും തീരട്ടെ എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ 27-24 പൗലോസ് അവരോട് പറയുകയാണ്, പൗലോസേ ഭയപ്പെടരുത്. 23 മുതൽ വായിച്ചേ. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇതേ വാക്കാണ് ഹല്ലേലൂയ 21-ാം അധ്യായത്തിനകത്ത് ജെറുസലേമിൻ്റെ ഹല്ലേലൂയ റോമക്കാരുടെ ആ ഹല്ലേലൂയ തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ ആ രാത്രിയിൽ തട്ടി എഴുന്നേൽപ്പിച്ച് പൗലോസിനോട് കർത്താവ് നേരിട്ട് പറഞ്ഞത് ഇന്ന് ദൂതനെ വിട്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിക്കുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും നാം ഒരു ദ്വീപിൽ തട്ടി വീഴേണ്ടതാണ്. ഈ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ നോക്കുക, 21-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിച്ച ആ ഹല്ലേലൂയ ബന്ധനത്തിനകത്ത് കിടക്കുമ്പോൾ ഓർമ്മിപ്പിച്ച അതേ ദൈവം ഇന്ന് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ പടക് ഹല്ലേലൂയ ആ കപ്പൽ എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിക്കുന്നതിൻ്റെ മധ്യത്തിൽ അതേ ദൈവം ചില വർഷങ്ങൾക്ക് ശേഷം അതേ ദൂത് പിന്നെയും പൗലോസിന് കൈമാറുകയാണ്. ആ രാത്രിയിൽ പൗലോസിനോട് പറഞ്ഞു, നീ റോമിൽ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്, ധൈര്യത്തോടെ ഇരിക്കുക. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഒരുപക്ഷെ നിരാശപ്പെട്ട് തകർന്നു പോകും. എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, എനിക്കിനി ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ കഴിയില്ല, എനിക്ക് ഹല്ലേലൂയ ഇനി എനിക്ക് പ്രതീക്ഷയില്ല, എൻ്റെ ജീവിതം സകലതും തീർന്നു എന്ന് കരുതുന്ന ഇടത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് കേൾപ്പിച്ച ചില ദൂതുകൾ സ്വർഗം നിന്നെ ഓർമ്മിപ്പിക്കാൻ പോകുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നീ കേട്ട ദൈവിക ആലോചനകളെ സ്വർഗത്തിൻ്റെ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് പിന്നെയും ഓർമ്മിപ്പിക്കും. ഈ ദൈവം എത്ര വലിയ ദൈവമാണ്. നീ നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കാത്ത ദൈവം, നീ തീർന്നു പോകാൻ സമ്മതിക്കാത്ത ദൈവം, നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ ഹല്ലേലൂയ നിന്റെ കഷ്ടത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന്, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അവൻ പിന്നെയും നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നീ തീർന്നു പോകുകയില്ല. ഈ പടക് തകർന്നാലും നീ തകരുകയില്ല. ഹല്ലേലൂയ, നീ മാത്രമല്ല നിന്നോട് കൂടെ ഉള്ളവരെയും നീ മുഖാന്തരം അവരും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട്, സകലതും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. നിന്റെ വീട്ടിൽ നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്നാൽ വാഗ്ദത്തം പ്രാപിച്ച ദൈവ പൈതലേ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നീ അടിയുറച്ച് വിശ്വസിച്ച് അതിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് നിന്റെ കമ്പനിക്കകത്ത് അത്ഭുതത്തെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. നീ ജോലി ചെയ്യുന്ന ഇടത്ത് അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അവരെ കൂടെ നേടുവാൻ നീ അതിന് കാരണമായി തീരുവാൻ പോകുകയാണ്. നീ പോകുന്ന ഇടത്ത്, നീ വർക്ക് ചെയ്യുന്ന ഇടത്ത്, നീ സഞ്ചരിക്കുന്ന ഇടത്ത് നീ മുഖാന്തരം ഹല്ലേലൂയ ദൈവം അത്ഭുതത്തെ ചെയ്യുന്നത് കണ്ട്, നിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ട്, നിന്നോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നിൽ നിറവേറുന്നത് കണ്ട്, നിന്നിലൂടെ, യെസ് ഹല്ലേലൂയ, ഈ ലോകം മുഴുവൻ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ പൈതലെ നിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നിന്റെ ജോലിക്കായി ദൈവം നിനക്ക് വഴികളെ തുറക്കുന്നത് കണ്ട്, നിന്റെ വാഗ്ദത്തം നിന്റെ മേൽ ദൈവം നിവർത്തിക്കുന്നത് കണ്ട്, ഹല്ലേലൂയ, അസാധ്യങ്ങൾ നിനക്ക് വേണ്ടി സാധ്യമാക്കുന്നത് കണ്ട്, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കണ്ട്, നിന്നെ പരിപാലിക്കുന്നത് കണ്ട്, ചിലർ നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന, വർക്ക് ചെയ്യുന്ന, താമസിക്കുന്ന ചിലരൊക്കെ ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ പോകുകയാണ്. ദൈവം നിന്നെ ഹല്ലേലൂയ അതിന് തരുവാൻ പോകുകയാണ്. ദൈവം ഹല്ലേലൂയ അവരെ നിനക്ക് തരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും നിരാശപ്പെട്ടിരിക്കുമ്പോൾ പൗലോസിനോട് ദൈവം ഓർമ്മിപ്പിച്ചു, ഹല്ലേലൂയ, ഭാരപ്പെടേണ്ട, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, പൗലോസേ, ഹല്ലേലൂയ, വർഷങ്ങൾക്ക് മുമ്പ് നീ കേട്ട ദൂതുണ്ടല്ലോ, അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നീ ജെറുസലേമിൽ നിൽക്കും, ഹല്ലേലൂയ, റോമിൽ നീ നിൽക്കും, ഹല്ലേലൂയ. പക്ഷേ നിന്റെ പടകൊരു പക്ഷേ തകർന്നു പോയേക്കാം. ചില വിഷയങ്ങൾ എങ്കിലും ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാണ്. ചില വിഷയങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ മധ്യത്തിൽ ഈ ദൈവം എങ്ങനെയാണ് നിന്നെ പരിപാലിക്കുന്നതെന്ന് കാണിച്ചു തരാനാണ്. നിന്നെ മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവരെയും കാണിച്ചു തരാനാ. സ്തോത്രം, ഹല്ലേലൂയ. ആ ദ്വീപിൽ തട്ടി വീണത് നന്നായി. സ്തോത്രം, ഹല്ലേലൂയ. അത് മുഖാന്തരം പൗലോസും കൂടെയുള്ള എല്ലാവരും മെലീത്ത എന്ന ദ്വീപിലെത്തുവാനിടയായി. ആ മെലീത്ത ദ്വീപിൽ നിന്ന് അവർക്ക് നന്മ ലഭിക്കാനിടയായി. മെലീത്ത ദ്വീപിൽ സുവിശേഷം ഹല്ലേലൂയ ഘോഷിക്കുവാനിടയായി. പൗലോസിൻ്റെ കൂടെ സഞ്ചരിച്ച, പടകിനകത്ത് സഞ്ചരിച്ചവർ പൗലോസിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളെ കാണുവാനിടയായി. ഹല്ലേലൂയ. ആ മെലീത്ത ദ്വീപിൽ കയറി ചെല്ലുമ്പോൾ പൗലോസിൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയ അണലിയെ തീക്കകത്തേക്ക് നിസാരമായി കുടഞ്ഞു കളയുന്ന ഒരു ദൈവ പുരുഷനെ ആണ് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതെന്ന് ഹല്ലേലൂയ തൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്ക് പിടികിട്ടി. സ്തോത്രം, ഹല്ലേലൂയ. ലോകക്കാർക്കുണ്ടാകുന്ന വിഷയം നിനക്കും ഉണ്ടായേക്കാം. ലോകക്കാർക്ക് വരുന്ന വിഷയവും പ്രശ്നങ്ങളും നിനക്കും വന്നേക്കാം. പക്ഷെ അവയുടെ മധ്യത്തിൽ ഈ ദൈവം എത്രമാത്രം നിന്നെ പരിപാലിപ്പാൻ ശക്തനെന്ന് തെളിയിക്കുന്നത് അതിൻ്റെ മധ്യത്തിലാണ്. പൗലോസിനെ കരുതി, വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പൗലോസിനെ കരുതി ഇവരെ ഈ പടയാളികളെ കൊല്ലാതെ ഈ മെലീത്തയിൽ എത്തുവാനായി ആ ശതാധിപൻ സമ്മതിക്കുകയാണ്. ആ മെലീത്തയിലെത്തുമ്പോൾ തന്നെ ഹല്ലേലൂയ തീ കൂട്ടുന്ന സമയത്ത് ഹല്ലേലൂയ പൗലോസിൻ്റെ കയ്യിൽ അണലി ചുറ്റി വളരെ നിസാരമായി അതിനകത്ത് കുടഞ്ഞു കളഞ്ഞു. ആ ഗ്രാമത്തിനകത്ത് സുവിശേഷം അറിയിച്ചു, അനേക രോഗികളെ സൗഖ്യമാക്കി. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് അടുത്തൊരു കപ്പൽ ലഭിച്ചു. യാത്ര പുറപ്പെട്ട് വളരെ സന്തോഷത്തോടെ ജെറുസലേമിലെത്തി. 28 ആരംഭത്തിൽ കാണുവാൻ കഴിയുന്നത് റോമിലെത്തി. ആ റോമിൽ പൗലോസിനെ സ്വീകരിക്കുവാനായി കടന്നു വരുന്ന വിശ്വാസികളെ കണ്ടു. ദൈവം വാഗ്ദത്തം ചെയ്തതനുസരിച്ച് പൗലോസിനെ റോമിൽ കൈസറുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ ദൈവം നിർത്തി. ചില വർഷങ്ങൾ പൗലോസ് റോമിൽ ശക്തമായ സുവിശേഷ ഘോഷണം നടത്തുവാൻ, വചനം പഠിപ്പിക്കുവാൻ, താൻ ഹല്ലേലൂയ ഒരു വീട് മേടിച്ച് അവിടെ ഹല്ലേലൂയ താമസിച്ച് അനേകരെ പഠിപ്പിക്കുവാൻ, വചനം പഠിപ്പിക്കുവാൻ കർത്താവ് പൗലോസിനെ ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ തകർത്ത് കളയാൻ,
ദൈവം നൽകിയ വാഗ്ദത്തത്തെ അല്ലെങ്കിൽ തീർത്തു കളയാൻ ഈശാനമുല നിന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ ഹല്ലേലൂയ എവിടെയോ തട്ടി, ഹല്ലേലൂയ, അത് തകർന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട പൗലോസിനെ ഹല്ലേലൂയ സർപ്പം, പാമ്പ് കടിക്കുവാൻ ഹല്ലേലൂയ ഇടയായി. പക്ഷെ അവയ്ക്കൊന്നും വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങളുണ്ട്. വാഗ്ദത്തമുണ്ടോ? പ്രതികൂലമുണ്ട്. വാഗ്ദത്തമുണ്ടോ? ഹല്ലേലൂയ. നിന്റെ മുന്നിൽ ഈശാനമൂലനുണ്ട്, കൊടുങ്കാറ്റുണ്ട്. വാഗ്ദത്തമുണ്ടോ? ഹല്ലേലൂയ. തകർച്ചകളുണ്ട്. പക്ഷേ അവയിൽ നീ തകർന്നു പോകരുത്. നിന്റെ ചുറ്റും ഉള്ളത് തകർന്നേക്കാം. നീ ഒരുപക്ഷെ കെട്ടിപ്പടുത്തതൊക്കെ തകർന്നേക്കാം. പക്ഷേ നീ തകർന്നു പോകാൻ ഈ ദൈവം സമ്മതിക്കുകയില്ല. നിന്റെ ജീവിതം തീർന്നു പോകാൻ ഈ ദൈവം സമ്മതിക്കുകയില്ല. ഈ ദൈവം നിന്നെ അവയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തെ നിവർത്തിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ഈ ക്രൈസിസിനകത്ത് ലോകം മുഴുവൻ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇനി എന്തെന്ന് ചിന്തിക്കുമ്പോൾ, ദൈവ പൈതലേ, നിന്റെ അടുക്കൽ ഈ ദൈവം ഇറങ്ങി വന്ന് നിന്നോട് കഴിഞ്ഞ നാളുകളിൽ നീ കേട്ടതും, കഴിഞ്ഞ നാളുകളിൽ ദൈവദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, പാസ്റ്റർമാരിലൂടെ, ദൈവവചനത്തിലൂടെ നീ കേട്ടതായ വാഗ്ദത്തങ്ങളെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർമ്മിപ്പിക്കും. ഇത് വാഗ്ദത്തങ്ങൾ റിമൈൻഡ് ചെയ്യപ്പെടുന്ന സമയം. ഇത് വാഗ്ദത്തങ്ങൾ ദൈവം നിന്നെ ഓർമ്മിപ്പിക്കുന്ന സമയം. ഇനിയും നിനക്ക് അധികം ഓടുവാനുണ്ട്. ഇനിയും നിനക്ക് ഹല്ലേലൂയ റോമിൽ ശുശ്രൂഷിക്കുവാനുണ്ട്. നീ ജെറുസലേമിൽ തീർന്നു പോകുകയില്ല. നീ ജെറുസലേമിൽ അവസാനിച്ചു പോകുന്നവനല്ല. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങാം. കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് പകലിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നിരാശപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, തളർന്നിരിക്കുന്ന ചിലരോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദൈവം നിൻ്റെ അടുക്കൽ വന്ന് ചില കഴിഞ്ഞ നാളുകളിൽ നീ കേട്ട ദൈവീക ആലോചനകളെ നിന്നെ ഓർമ്മിപ്പിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ വെച്ച് ബന്ധനത്തിൽ കിടക്കുമ്പോൾ, പടയാളികൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ, അവരുടെ മധ്യത്തിൽ തൻ്റെ അടുക്കൽ കർത്താവ് നിൽക്കുന്നത് പൗലോസ് കണ്ടു. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ ജെറുസലേമിൽ സാക്ഷിക്കുവാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ റോമിലും കൈസറുടെ മുമ്പിലും ഞാൻ നിന്നെ നിർത്തും. നീ കർത്താവിനെ ഈ കഷ്ടത്തിൽ പറയാൻ മടിക്കാതിരുന്നാൽ, ഈ പ്രതികൂലത്തിലും യേശുവിനെ ഉയർത്താൻ നീ മടിക്കാതിരുന്നാൽ, ഈ ഞെരുക്കത്തിലും യേശുവിനെ പറയാൻ നീ ധൈര്യം കാണിച്ചാൽ, ലോകം മുഴുവൻ നിനക്ക് മുമ്പിൽ വിരൽ ചൂണ്ടുമ്പോഴും ഈ ക്രിസ്തുവിനെ പറയാൻ നീ ലജ്ജിക്കാതിരുന്നാൽ, നിനക്കായി ഒരു പ്രൊമോഷൻ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്കായി ശുശ്രൂഷയുടെ ഒരു പ്രൊമോഷൻ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഒരുപക്ഷെ പിശാച് നിൻ്റെ യാത്രയെ തടഞ്ഞ്, നിൻ്റെ സ്വപ്നത്തെ തടഞ്ഞ്, നിൻ്റെ ദർശനത്തെ തടഞ്ഞ്, നിൻ്റെ വാഗ്ദത്തങ്ങളെ തടഞ്ഞ്, നിനക്കെതിരായി, നിൻ്റെ കുടുംബത്തിനെതിരായി, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനെതിരായി, നിൻ്റെ ആത്മീയ ജീവിതത്തിനെതിരായി കൊടുങ്കാറ്റടിപ്പിക്കുമ്പോൾ, അതെങ്ങോട്ടെന്നില്ലാതെ നിയന്ത്രണം തെറ്റി അത് യാത്ര ചെയ്യുമ്പോൾ, ഇന്ന് നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. പക്ഷെ അതിൻ്റെ മധ്യത്തിലും പ്രാർത്ഥിക്കുന്ന പൗലോസുണ്ട്. അതിൻ്റെ മധ്യത്തിലും നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ, നിന്റെ ചുറ്റും കൊടുങ്കാറ്റടിക്കുമ്പോഴും ആ കപ്പലിനകത്ത്
പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ സകലരും നെഗറ്റീവ് പറയുമ്പോഴും അവരുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നെങ്കിൽ, ലോകം മുഴുവൻ നിന്നെ പഴിക്കുമ്പോഴും അവരുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നെങ്കിൽ, ഈ ദൈവം നിന്നെ ധൈര്യപ്പെടുത്തും. ഈ ദൈവം നിന്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ച് ഹല്ലേലൂയ ദൈവിക ആലോചനകളെ പകർന്നു നൽകി, പുതിയ ആലോചനകളെ പകർന്നു നൽകി, പുതുബലത്തോടെ, പുതിയ ശക്തിയോടെ, പുതിയ കൃപയോടെ ഈ ദൈവം നിന്നെ നിർത്താൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിച്ചാട്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നീ നിരാശപ്പെടേണ്ട, തളർന്നു പോകേണ്ട, ഭാരപ്പെട്ടു പോകേണ്ട, അല്ല ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. എന്ത് വിഷയങ്ങൾ നിന്നെ ആഞ്ഞടിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കോ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവേ എന്ന് വിളിച്ചുകൊള്ളുക. ആശ്രയം ദൈവത്തിൽ വയ്ക്കുക, അവൻ്റെ വാക്കിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ എന്നെ വിളിച്ചവനും എൻ്റെ ഉടയവനുമായ എൻ്റെ നാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിൻ്റെ മധുരം തുറന്ന് വിളിച്ചു പറ. നിൻ്റെ വാഗ്ദത്തത്തെ വിളിച്ചു പറ, നിൻ്റെ അത്ഭുതത്തെ വിളിച്ചു പറ, നിന്നോട് ദൈവം ഇടപെട്ട വിഷയത്തെ നീ വിളിച്ചു പറ. ദൈവം നിന്നോട് സംസാരിക്കുന്നത് പരസ്യമായി നീ വിളിച്ചു പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ.